സഹകരണ മന്ത്രാലയ രൂപീകരണത്തിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളെന്ന ആരോപണം ബിജെപി ഇതര സംസ്ഥാനങ്ങളിൽ ശക്തമായ സഹകരണ പ്രസ്ഥാനങ്ങളെ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നതായാണ് വിമർശനം. ഭരണഘടനാ ഷെഡ്യൂൾ 7 പ്രകാരം സഹകരണ വിഷയം സംസ്ഥാനങ്ങളുടെ അധികാരമാണെന്നും ഇപ്പോഴത്തെ നീക്കം ഫെഡറൽ തത്വങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമെന്നും സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിമർശിച്ചു. കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ സഹകരണ മേഖലയ്ക്ക് പ്രത്യേക മന്ത്രാലയം രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. സഹകരണത്തിലൂടെ സമൃദ്ധി എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ മന്ത്രാലയം ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് മോദി സർക്കാർ അവകാശപ്പെടുന്നത്. രാജ്യത്തെ സഹകരണ മേഖലയ്ക്കായി നിയമപരവും ഭരണപരവുമായ നയരൂപീകരണമാണ് ഈ മന്ത്രാലയത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ മന്ത്രാലയ രൂപീകരണത്തിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളെന്ന ആരോപണം ശക്തമാണ്. ഭരണഘടനയുടെ 7ാം ഷെഡ്യൂൾ അനുസരിച്ച് സഹകരണ സ്ഥാപനങ്ങൾ സംസ്ഥാന വിഷയമാണ്. നിലവിലെ സാഹചര്യത്തിൽ സഹകരണ ബാങ്കുകളിൽ കൊള്ള നടത്താനാണ് കേന്ദ്ര നീക്കമെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിമർശിച്ചു. പൊതുമേഖലാ ബാങ്കുകളിലെ പണം കുത്തകകൾക്ക് വൻതോതിൽ വായ്പ അനുവദിച്ച ശേഷമാണ് സഹകരണ ബാങ്കുകൾ കൊള്ളയടിക്കാനുള്ള നീക്കം നടക്കുന്നത്. അമിത്ഷായ്ക്ക് സഹകരണ മന്ത്രാലയ ചുമതല ലഭിച്ചതോടെ അത് സ്ഥിരീകരിക്കപ്പെട്ടുവെന്നും യെച്ചൂരി പ്രതികരിച്ചു. നേരത്തെ സഹകരണ ബാങ്കുകളെ RBI പരിധിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മന്ത്രാലയ രൂപീകരണം. BJP ഇതര സംസ്ഥാനങ്ങളിലാണ് സഹകരണ പ്രസ്ഥാനം ശക്തമായി നിലനിൽക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. മഹാരാഷ്ട്ര, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ ശക്തമായി പ്രവർത്തിക്കുന്നത്. ഈ സംസ്ഥാനങ്ങളിലേക്കുള്ള കടന്നുകയറ്റവും നിയന്ത്രണവും പുതിയ നീക്കത്തിന് പിന്നിലുണ്ടെന്നാണ് വിമർശനം. KP അഭിലാഷ്, News 18, ഡൽഹി.